നമസ്കാരം. നെക്സ്റ്റ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് കുട്ടിക്കാനത്തിനടുത്തുള്ള പഴയ പാമ്പനാർ ഭാഗത്താണ്. ഇവിടെ നിന്ന് കുറേ ദൂരം മാറിയുള്ള തെപ്പാക്കുളമാണ് യാത്രാ ലക്ഷ്യം. തെപ്പാക്കുളം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ചാർലി കുളം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇപ്പോൾ എല്ലാവരും ആ സ്ഥലത്തെ അറിയുള്ളൂ. അത്രമാത്രം പ്രശസ്തമായത് ചാർലി എന്ന സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമായിട്ടാണ്. ഒരു സിനിമ 2015 റിലീസായതിനു ശേഷമായിട്ട് ലോകം മുഴുവൻ അറിയപ്പെട്ട തെപ്പാക്കുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനടുത്തുള്ള ലോണ്ട്രം എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ്. മൺസൂൺ അവസാനിക്കുന്ന സമയത്താണ് ഈ ഭാഗത്തേക്ക് പോയത്. അതുകൊണ്ട് മൺസൂൺ കാലഘട്ടത്തിലാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം അതൊരു കുളമാണ്. ആ കുളത്തിനോട് ചേർന്നുള്ള ഗ്രീനറി തന്നെയാണ് ചാലിക്കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ചെറിയ കുളവും അതിനോട് ചേർന്നുള്ള തേയിലക്കാടുകളും പൈൻ മരങ്ങളും മറ്റ് ചില മരങ്ങളും ചേർന്നുള്ള വിസ്മരിക കാഴ്ചയാണ് ചാലിക്കുളം നമുക്കായി ഒരുക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇതുപോലെ വളരെ മനോഹരമായ ദൃശ്യമാണ് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളും അതിനോട് ചേർന്ന് താമസിക്കുന്ന നല്ലവരായ മനുഷ്യരും അതോടൊപ്പം തന്നെ തമിഴ് ടച്ചുള്ള ചില അമ്പലങ്ങളും പള്ളികളും ഒക്കെ തന്നെ ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിക്കും. ഞാൻ പോയ സമയത്ത് വഴി അല്പം മോശമാണെങ്കിലും തരക്കേടില്ലാതെ തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അത്രയും മനോഹരമായ ഒരു ഗ്രാമീണ കാഴ്ചയാണ് ഓൾഡ് പാമ്പനാർ ഭാഗത്തുകൂടെ പോകുമ്പോൾ കാണുന്ന ഗ്രാമക്കാഴ്ച. കൂടാതെ മഴക്കാലത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് കുളം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഗ്രീനറിയും മൂടൽമഞ്ഞുമൊക്കെ ചേർന്നുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് ലോണ്ട്രം എസ്റ്റേറ്റിൻ്റെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് അല്പം അകത്തേക്ക് മാറിയായിട്ടാണ് ചാർലിക്കുളം കാണാൻ സാധിക്കുന്നത്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് മെയിൻ റോഡ് അരികിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം മാത്രമേ അകത്തേക്ക് പോകാവുള്ളൂ. അതും ഒരു കണക്കിന് നല്ലതാണ്. എന്തെന്നാൽ ആ എസ്റ്റേറ്റിൻ്റെതായ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സീനറി തന്നെയാണ് ആ കുളത്തിൻ്റെ പ്രത്യേകത. വാഹനങ്ങളൊക്കെ നിറഞ്ഞാൽ ആ സ്ഥലം വൃത്തികേടാകും. അതുകൊണ്ട് കഴിവതും വഴിയരികിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം അകത്തേക്ക് പോകുന്നതാണ് നല്ലത്. വളരെ മനോഹരമായ ഒരു അമ്പലത്തിൻ്റെ ദൃശ്യമാണ്. ഇവിടെ കൂടുതലും തമിഴ് വംശജരാണ്. അതുകൊണ്ട് തമിഴ്നാടിനോട് ചേർന്നുള്ള ചില അമ്പലങ്ങളുടെ രൂപസാദൃശ്യം അതിനുണ്ട്. ഇടയ്ക്ക് വഴി തെറ്റി വന്നൊരു സംശയത്തിൻ്റെ പേരിൽ നോക്കുകയാണ്. പഴയ കാലത്ത് നിർമ്മിച്ച ചില നിർമ്മിതികളൊക്കെ തന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. എന്നാൽ തിരിച്ച് മെയിൻ റോഡിലോട്ട് എത്തിയ ശേഷം നേരെ തന്നെയാണ് യാത്ര തുടരേണ്ടതെന്ന് മനസ്സിലാക്കിയ ശേഷം യാത്ര തുടരുകയാണ്. ഇവിടെ ലയങ്ങളും മറ്റ് നിർമ്മിതികളെല്ലാം തന്നെ പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കരിങ്കല്ലിനാൽ തീർത്ത നിർമ്മിതികളായതിനാൽ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ നമുക്ക് സംശയങ്ങളുണ്ടാവും. എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്നുള്ള ഓഫീസുകളാണവ. അവയുടെ വാതിക്കൽ പൈൻ മരങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചില ലയങ്ങളാണ്. ഇതിനോട് ചേർന്ന് ചില എസ്റ്റേറ്റുകളുണ്ട്, ടീ എസ്റ്റേറ്റുകൾ. അങ്ങനെ ഒരു എസ്റ്റേറ്റാണ് ലോണ്ട്രം എസ്റ്റേറ്റ്. അല്പം കൂടെ മുമ്പോട്ട് ചെന്നാലാണ് നമുക്കത് കാണാൻ സാധിക്കുക. മാത്രവുമല്ല അവിടെ പ്രത്യേകിച്ച് ബോർഡൊന്നും തന്നെ ഈ പോകുന്ന സമയത്തില്ല. വാഹനങ്ങൾ അരികിൽ പാർക്ക് ചെയ്യണമെന്നോ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ നിരവധി പേർ അകത്തേക്ക് വാഹനം ആയിട്ട് പോകുമ്പോൾ സെക്യൂരിറ്റിയുമായിട്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് കാണാൻ സാധിക്കും. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലാക്കി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് മനസ്സിലാക്കുക. അധികം സന്ദർശകർ വരുന്നത് അവർക്കും താല്പര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഓൾഡ് പാമ്പനാർ മുതൽ ലോണ്ട്രം എസ്റ്റേറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ഒരിടത്ത് പോലും ചാർലിക്കുളത്തിനെ സംബന്ധിച്ചുള്ള സൈൻ ബോർഡോ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് വന്ന് കണ്ടുപോവുക എന്ന രീതിയിൽ മാത്രമാണ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും താല്പര്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്
അവർ പറയുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. എൻ്റെ മുമ്പിൽ പോയ ആ സുഹൃത്ത് വയനാട്ടിൽ നിന്ന് വാഗമണ്ണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ സന്ദർശിച്ച ശേഷം ചാർലിക്കുളം സന്ദർശിച്ച് മടങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളതാണ്. വളരെ ആളുകൾ എത്തിയാലും അവിടെ അത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമൊന്നും തന്നെ ചാർലിക്കുളത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലില്ല. അതുകൊണ്ട് വന്ന് കണ്ട് പെട്ടെന്ന് പോകുന്നതാണ് വരുന്നവർക്കും അതുപോലെ തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ നല്ലത്. ലോണ്ടറും എസ്റ്റേറ്റിനോട് ബന്ധപ്പെട്ട അധികാരികളോ അതുപോലെ തന്നെ പഞ്ചായത്തോ ഒക്കെ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ ചാർലിക്കുളത്തിന് സാധിക്കും. അത്രമാത്രം സൗന്ദര്യമുള്ള ഒരു സ്ഥലവും മറ്റുമാണ് ലോണ്ടറും എസ്റ്റേറ്റും അതിനോട് ചേർന്നുള്ള ഈ കുളവും. ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ സൈൻ ബോർഡൊന്നും തന്നെ ഒരിടത്തുമില്ല. ഓൾഡ് പാമ്പനാറിൽ നിന്ന് നമുക്ക് വഴി മുമ്പോട്ട് പോകുമ്പോൾ കട്ടപ്പനയ്ക്കും അതുപോലെ തന്നെ വലത്തോട്ടൊരു ചെറിയൊരു വഴിയുമുണ്ട്. ആ വഴി ചേർന്നാണ് പോവേണ്ടത്. അവിടെ നിന്ന് മുമ്പോട്ട് പോയ ശേഷം നമുക്കൊരു കുരിശടി കാണാം. അവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴി ചേർന്നാണ് പോവേണ്ടതായിട്ടുള്ളത്. അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തക്ക സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരാവുന്നതാണ്. ഒരു സൈൻ ബോർഡ് പോലും ഇല്ലാത്തതാണ് ഇത്രമാത്രം സംശയം ഉണ്ടാക്കാൻ വേണ്ടി കാരണമായിത്തീരുന്നത്. വഴിയുടെ ഇരുവശങ്ങളിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേയിലത്തോട്ടങ്ങളുടെയും അതുപോലെ തന്നെ വിദൂര മലകളുടെയും മറ്റും ദൃശ്യമാണത്. അല്പം കൂടെ മുമ്പോട്ട് പോയി വലത്തോട്ട് കയറിയാണ് നമുക്ക് ഈ പറയുന്ന ചാർലിക്കുളത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ളത്. പക്ഷേ ആ പ്രദേശത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അല്പം കൂടെ മുമ്പോട്ട് പോയ ശേഷമായിട്ടാണ് ഈ പറയുന്ന ചാർലിക്കുളത്തിൻ്റെ വഴി എങ്ങോട്ടെന്ന് അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ എത്തിയ സമയത്ത് ലയത്തോട് ചേർന്നുള്ള ഒരു വീട്ടിലെ ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അല്പം കൂടെ പുറകോട്ട് പോയ ശേഷമായിട്ട് വലത്തോട്ട് ചേർന്നാണ് ഈ പറയുന്ന ചാർലിക്കുളത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ളതെന്ന്. ഓൾഡ് പാമ്പനാറിൽ നിന്ന് വന്ന ശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് വഴി തെറ്റുന്നത്. ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ നമുക്ക് വഴി തെറ്റും. അതിൻ്റെ കാരണം എന്തെന്ന് മുമ്പ് പറഞ്ഞതാണല്ലോ. ഇവിടെ നിന്ന് ഇനി ഇടത്തോട്ട് കാണുന്ന ഈ മൺവഴി കയറിയാണ് പോകേണ്ടത്. മുൻപ് പറഞ്ഞ പോലെ ഇതുവഴി വാഹനം കയറ്റി വിടത്തില്ല. എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ മാത്രമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ഞാനും അറിയാതെ തന്നെയാണ് ഇങ്ങോട്ട് വാഹനം കയറ്റി വന്നത്. ഏകദേശം കുറച്ച് 100-200 മീറ്റർ ആയപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ കാണാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞു വാഹനം അകത്തേക്ക് പ്രവേശിക്കത്തില്ല, പുറത്ത് മെയിൻ റോഡിൽ പാർക്ക് ചെയ്യണമെന്ന്. മുൻപേ പോയ സുഹൃത്തും അതോടൊപ്പം തന്നെ ഞാനും പുറത്ത് പാർക്ക് ചെയ്ത ശേഷം വീണ്ടും നടന്ന് ലോണ്ടറും എസ്റ്റേറ്റിനകത്തൂടെ ചാർലിക്കുളം ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ നല്ല മഴയായിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ കഴിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം തന്നെ നിറയെ ചെളിയാണ്. എന്നാൽ തന്നെയും അതിനോട് ചേർന്നുള്ള വളരെ മനോഹരമായ കാഴ്ച ഈ പറയുന്ന ചാർലിക്കുളത്തിൻ്റെ ഭംഗി ഒന്ന് കൂട്ടുക തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് 2 കുളമാണുള്ളത്. വലത്തുഭാഗത്ത് കാണുന്ന കുളത്തിലാണ് കൂടുതലും വെള്ളം വരുന്നത്. അത് ഓവർഫ്ലോ ആകുമ്പോഴാണ് രണ്ടാമത്തെ കുളത്തിൽ വെള്ളം എത്തിത്തുടങ്ങുക. ചെറിയ കുന്നുകളുടെ ഭാഗമായിട്ടാണ് ഈ തേയിലത്തോട്ടമുള്ളത്. അതുകൊണ്ട് ആ കുന്നുകളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളമാണ് ഈ കുളത്തെ നിറയ്ക്കുന്നത്. മഴക്കാലം നല്ല രീതിയിലായി തുടങ്ങുമ്പോൾ 2 കുളവും നിറയും. ഈ കുളത്തോട് ചേർന്നുള്ള ഈ മരങ്ങളുടെ പൂക്കൾ തന്നെയാണ് ഇവിടെയുള്ള മെയിൻ മറ്റൊരു ആകർഷണം. ആ പൂക്കളെല്ലാം തന്നെ വീട് കിടക്കുന്ന കുളത്തിലെ കാഴ്ചയാണിത്. നല്ല തെളിനീര് വെള്ളമാണ്. ഇനി ചാർലിക്കുളത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ സുന്ദരമായ ദൃശ്യങ്ങളിലേക്ക്